എന്തിനാ രാധമ്മേ നീ ഇങ്ങനെ മനസ്സിനിട്ട് ഒരുക്കുന്നത്? 1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എല്ലാം മറക്കാൻ ശ്രമിക്കണമെന്ന്. ആ രുക്മിണി അപ്പോഴേ പറഞ്ഞതാ പലഹാരങ്ങൾ കടയിൽ നിന്ന് അവള് വാങ്ങിച്ചോളാന്ന്. ഞാനാ പറഞ്ഞ് എന്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാന്ന്. രാധമ്മ പറഞ്ഞത് രാധമ്മയുടെ സിൻസിയറിറ്റി, സ്വന്തം മകളോടുള്ള സ്നേഹം. എടീ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ? അതല്ല, നമ്മളിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഈ ലോഡ്ജിൽ വന്ന് കിടക്കേണ്ടി വന്നില്ലേ? അതിന് കാരണക്കാരി ഞാനല്ലേ? അതിനമ്മ എന്ത് തെറ്റ് ചെയ്തു? എടീ ഇതാ രുക്മിണിയുടെ ഒരു പ്ലാനായിരുന്നു. അതില് അവള് പെടുത്തിയത് നിന്നെ. ദൈവമേ, അവള് ചെയ്ത ചതികളെ പറ്റി. രാജു, ഞാനിപ്പോ ഒരു കാര്യം പറയും, അത് കേൾക്കണം. തിരിച്ചൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഋതു പറയുന്നത് അതാണെങ്കിലോ? എന്നോട് രാജുവിന് സ്നേഹമുണ്ടോ? അതെന്ത് ചോദ്യാ? ഋതുവിനോട് എനിക്ക് സ്നേഹമില്ലാന്ന് ഋതുവിന് പോലും പറയാൻ പറ്റില്ല. ആ, സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയോ, കേട്ടേ പറ്റൂ. പറയ്. എന്റെ ഷെയറിൽ നിന്നും പണം എടുത്ത് നമുക്കൊരു വീട് വാങ്ങാം. രാജു, ആരും അറിയില്ല. എന്റെ ഫണ്ടല്ലേ? എന്റെ ഫണ്ട് രാജുവിന്റെ അല്ലേ? അതൊക്കെ ശരിയാണ്. എന്നാലും അത് വേണ്ട ഋതു. എന്താ രാജു ഇത്രയും പിടിവാശി? പിടിവാശി അല്ല ഋതു. ഓരോരുത്തർക്കും ഓരോ പ്രിൻസിപ്പൾസ് ഇല്ലേ? എന്നാ വേറൊരു കാര്യം പറയാം. അത് എതിർക്കോ? പറയേ. വേറൊരു റെന്റഡ് ഹൗസ് എടുക്കാം. അതിന്റെ അഡ്വാൻസ് എമൗണ്ട് ഞാൻ തരാം. സ്വീകരിക്കോ? കടമായിട്ട് സ്വീകരിച്ചാ മതി. ഓക്കേ ഋതു. പിന്നെ രാജു, അങ്കിളിനെ രാധമ്മയും ഇങ്ങനെ ഈ ലോഡ്ജില് കിടത്താൻ പറ്റില്ല. എന്തായാലും അവര് നമ്മുടെ അച്ഛനും അമ്മയല്ലേ. ഋതു പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. സമ്മതിച്ചിരിക്കുന്നു. എന്താ അമ്മേ കാര്യം? പറയാടാ. ഞാനേ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഈ വീട്ടില് ആ ഭൂകമ്പം ഉണ്ടാവണമെങ്കിൽ അതിന് മതിയായ ഒരു കാരണം വേണ്ടേ? കാരണം വേണം. ഇതാണ് ആ കാരണം. സിസ്റ്റർ പവിത്ര എന്ന കള്ളപ്പേരില് ഇവിടെ നിന്നതും പ്രതാപനെ പരിചരിച്ചതും പത്മയായിരുന്നു എന്നും അതെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നും ഞാൻ പ്രതാപനോട് പറയാൻ പോവാ. ഈ വീഡിയോ കാണുമ്പോ അവൻ വിശ്വസിക്കും. അതിനാ ഈ വീഡിയോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം. നാളെ ആ വീട്ടില് ഒരു ഭൂകമ്പം നടക്കും. നീ പേടിക്കൊന്നും വേണ്ടടാ. ഞാൻ ചെയ്യുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്താ SSLC ചോദ്യപേപ്പർ ചോർത്തി കൊടുത്ത അംബികാവർമ്മ രാജിവെച്ച് പുറത്തു പോകൂ. SSLCയുടെ ചോദ്യപേപ്പർ ചോർന്നോ? എന്തൊക്കെ ചേച്ചി കേൾക്കുന്നേ? എന്തൊക്കെ കുഴപ്പമുണ്ടല്ലോ. യാമി, ആ TV ഓൺ ചെയ്ത്.
SSLC ചോദ്യപേപ്പർ ചോർന്നു. മന്ത്രി അംബിക വർമ്മയ്ക്ക് നേരിട്ട് പങ്ക്. അംബിക വർമ്മയുടെ രാജി ആവശ്യപ്പെട്ട് നിരവധി സംഘർഷങ്ങൾ നടന്നുവരികയാണ്. സംസ്ഥാനത്തുടനീളം പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രി അംബിക വർമ്മ രാജിവെക്കണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള മുറവിളികൾ നാടെമ്പാടും ഉയരുകയാണ്. കോടിക്കണക്കിനുള്ള അഴിമതിയാണ് മന്ത്രി അംബിക വർമ്മ നടത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അയ്യോ, എന്തൊക്കെ ചേച്ചി കേൾക്കുന്നേ? മോനെ പ്രതാപ, ചേച്ചിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ശരി. അംബിക വർമ്മ രാജിവെക്കുക.